വെള്ളാപ്പള്ളിയും CPM-ഉം തമ്മിലുള്ള ബന്ധം തൃശൂരിലെ സ്ഥാനാർത്ഥി രാജാജി മാത്യുവിന് പാരയാകുമോ എന്ന് CPIക്ക് ആശങ്ക. തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ആദ്യമേ എതിർക്കുന്നതായി നടിച്ച വെള്ളാപ്പള്ളി CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിൽ തുഷാർ പോരിനിറങ്ങുമ്പോൾ മലക്കം മറിഞ്ഞത് CPM-ഉമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് ആരോപണവും ഉയർന്നിട്ടുണ്ട്. തുഷാറിനെ NDA സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കടുത്ത സമ്മർദ്ദം ഉയർന്നെങ്കിലും ഈഴവ സമുദായത്തിന് മുൻതൂക്കമുള്ള ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നതിനോട് വെള്ളാപ്പള്ളി യോജിപ്പില്ലെന്ന് മാത്രമല്ല LDF സ്ഥാനാർത്ഥി AM ആരിഫ് ജയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തുഷാറിനെ സഹായിക്കുന്നതിന് പകരമായി ശക്തമായ മത്സരം നടക്കുന്ന ഏതാനും മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ BDJS-ന്റെ സഹായം CPM പ്രതീക്ഷിക്കുന്നു. താമര വിരിയുകയും ചെയ്യില്ല, തങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും. അതാണ് CPM തന്ത്രം. തൃശൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPI-യിൽ വലിയ അഭിപ്രായ ഭിന്നത ഉയർന്നിരുന്നു. ഒരു തവണ മാത്രം MP-യായ CN ജയദേവന് സീറ്റ് നൽകാത്തതും സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന KP രാജേന്ദ്രനെ ഒഴിവാക്കിയതുമെല്ലാം CPI-യിലെ പടലപ്പിണക്കം പാർട്ടിക്ക് പുറത്തും ദൃശ്യമായി. തിരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞാൽ അത് CPI-യിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞൊഴിയാൻ CPM-നാകും. വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടായിരുന്നു CPM മുൻപ് സ്വീകരിച്ചിരുന്നത്. 2015-ൽ കോഴിക്കോട് നഗരത്തിൽ മാൻഹോളിൽ അകപ്പെട്ട ആന്ധ്ര സ്വദേശികളായ നരസിംഹം, ഭാസ്കർ എന്നിവരെ രക്ഷിക്കാനിറങ്ങിയ ഓട്ടോ ഡ്രൈവർ നൌഷാദ് മരണപ്പെട്ടിരുന്നു. നൌഷാദിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം പ്രഖ്യാപിച്ചതിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശം കേരള സമൂഹത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. അതിനെതിരെ ആദ്യം രംഗത്തെത്തിയത് പിണറായി വിജയനായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ തൊഗാഡിയാകാൻ ശ്രമിക്കുകയാണെന്നും വർഗീയ വിഷം വമിക്കുന്ന അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഏറെ അപകടമെന്നുമായിരുന്നു അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത്. RSS-ന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി കേരളത്തിൽ RSS-ന്റെ ശാക്തീകരണത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പിണറായി കുറ്റപ്പെടുത്തിയിരുന്നു. വെള്ളാപ്പള്ളി നടേശന് വർഗീയ ഭ്രാന്തെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. പിന്നീട് അതേ വെള്ളാപ്പള്ളിയെ നെഞ്ചോട് ചേർക്കുന്ന CPM-നെയാണ് കേരളം കണ്ടത്. CPM-ഉമായി വെള്ളാപ്പള്ളി അടുത്തപ്പോൾ മകൻ തുഷാർ BJP ക്യാമ്പിൽ സജീവമാവുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ CPM അടുപ്പവും തുഷാർ വെള്ളാപ്പള്ളിയുടെ BJP ചങ്ങാത്തവും ഒത്തുകളിയാണെന്ന് CPM-ഉം BJP-ക്കും അറിയാമെങ്കിലും അതെങ്ങനെ മുതലെടുക്കാമെന്നാണ് ഇരു പാർട്ടികളുടെയും അജണ്ട. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലുൾപ്പെടെ CPM-ഉം സർക്കാരും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടതോടെ വെള്ളാപ്പള്ളിയെ കൂടുതൽ അടുപ്പിക്കാൻ CPM ശ്രമിച്ചു. വെള്ളാപ്പള്ളി പ്രസിഡന്റായ കണിച്ചിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിന് സംസ്ഥാന സർക്കാർ 3 കോടിയിലധികം രൂപ സഹായം നൽകി. വിനോദസഞ്ചാര വകുപ്പ് മുഖേന തീർത്ഥാടന സഹായ കേന്ദ്രം നിർമ്മിക്കുന്നതിനായിരുന്നു സഹായം. ഇതിന്റെ ഉദ്ഘാടനത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ ഡോക്ടർ TM തോമസ് ഐസക്, G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, P തിലോത്തമൻ എന്നിവർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.